നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശരി, അങ്ങനെ നീ കൊട്ടേഷൻ കൊടുത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ എവിടെ? അയാളുടെ പേരെന്താ? അഡ്രസ് എന്താ? ഫോൺ നമ്പർ എന്താ? അറിയാത്ത കാര്യം പറയാനേ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കൊന്നത് നീയല്ല, കൊല്ലിച്ചതും. എങ്കിൽ പറ, ആരാണെന്ന് പറ. എല്ലാം ദത്തൻ അറിയാമെങ്കിൽ പിന്നെ അതൊക്കെ പറഞ്ഞ പോരെ. എന്തിനാണ് വെറുതെ ആദ്യം ഉണ്ടാക്കുന്നത്? മുത്തശ്ശി, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കുട്ടിക്കഥയല്ല, കൊലപാതക കേസിന്റെ അന്വേഷണമാണ്. പ്രതിയെ കണ്ടുപിടിച്ചു നല്ല ദത്തൻ ഇപ്പൊ പറഞ്ഞു. പിന്നെ എന്ത് അന്വേഷണ? എനിക്ക് ഒരു കാര്യത്തിൽ കൂടി ക്ലാരിറ്റി ഉണ്ടാക്കണം. എന്തൊക്കെയാണ്? ഷാനുവിന്റെ പ്രണയം പൂജ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല. അവൾ സ്നേഹിച്ചത് ആദ്യം മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഫോട്ടോസ് എങ്ങനെ ഈ ലാപ്ടോപ്പിൽ വന്നു? ഷാനുവിന്റെ പ്രണയം പൂജ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പിന്നെങ്ങനെ ഈ ഫോട്ടോകൾ ഉണ്ടായി? തിരിച്ചറിയുക മാത്രമല്ല, അവർ തമ്മിൽ നല്ല ഇന്റിമേറ്റ് ആയിരുന്നു എന്ന് ഈ ഫോട്ടോസ് കാണുന്ന ആർക്ക് ബോധ്യപ്പെടും? രണ്ടുപേര് തമ്മിലുള്ള ഫോട്ടോ ഉണ്ടാക്കാനാണോ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. മൊബൈൽ ആപ്പിൽ പോലും ആർക്കും എന്ത് എഡിറ്റ് ചെയ്യാം. പോരാത്തനിപ്പോ AI ടെക്നോളജിയുടെ തള്ളിക്കയറ്റും. അങ്ങനെ ഒരു ആനുകൂല്യം വേണമെങ്കിൽ നമുക്ക് ഈ ഫോട്ടോസിന് കൊടുക്കാം. പക്ഷേ ഈ റിപ്പോർട്ട് അതിന് സമ്മതിക്കുന്നില്ല ചേച്ചി. ഞാൻ ഈ കാണിച്ച ഫോട്ടോസ് മുഴുവൻ ജെനുവിൻ ആണെന്നും ഇതെല്ലാം എടുത്തത് ഒരു മൊബൈൽ ഫോണിലാണെന്നും ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് പൂജയും ഷാനും പരസ്പര സമ്മതത്തോടെ എടുത്ത ചിത്രങ്ങൾ. ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭാവങ്ങളും വർണ്ണങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് സാരം. അപ്പോ ആദിക്ക് മാത്രമല്ല, പൂജയ്ക്കും അറിയായിരുന്നു ഷാനു തന്റെ കാമുകനാണ്. ദത്തൻ എന്തൊക്കെ അനാവശ്യങ്ങളായി പറയുന്നത്? ഞാൻ പറഞ്ഞത് അനാവശ്യമാണോന്ന് ഈ കേട്ടു നിന്നവർ പറയട്ടെ. ചേച്ചി ഇത് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ റിയാക്ട് ചെയ്ത്. ചേച്ചി ഞാൻ കുറ്റം പറയില്ല. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരമ്മയ്ക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പൂജയും ഷാനും തമ്മിലുള്ള ബന്ധം ചേച്ചിക്ക് അറിയില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കാം. ചേച്ചിയുടെ കണ്ണിൽ പൂജയ്ക്ക് ഒറ്റ കാമുകനുണ്ടായിരുന്നുള്ളൂ, ഈ നിൽക്കുന്ന ആദി. കൊലക്കുറ്റവെ ഏറ്റെടുത്തെങ്കിലും കൊലയാളി ഇവനല്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ എനിക്കും നിങ്ങൾക്കും ഇപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ആരായിരിക്കും ആ കൊലയാളി? ഞാനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കേസ് കോടതിയിലെത്തുമ്പോൾ തെളിവ് ഞാൻ കൊടുത്താൽ പോരെ? പോരാ. കാരണം ഞാനിത് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ മാത്രമല്ല, നിന്റെ അളിയും കൂടിയാ. കുറഞ്ഞ പക്ഷം എനിക്കെങ്കിലും ബോധ്യപ്പെടണം നീയാണ് പ്രതിയെന്ന്. എന്നാ പിന്നെ പ്രതി ആരാന്ന് ഇയാൾക്ക് പറഞ്ഞുകൂടെ? കൊല്ലിപ്പിച്ചത് ആരാണെന്ന് കൊലയാളി തുറന്നു പറഞ്ഞു കഴിഞ്ഞു. കൊലയാളിയോ? അതെ,
അങ്ങനെ ഒരാളുണ്ടല്ലോ. ഡ്രൈവർ ജോസ്, ഇരുമ്പൻ ജോസ് എന്നറിയ